ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഒരു യാത്രയെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല, കൂടെയുള്ളവരാണെന്ന് കേട്ടിട്ടില്ലേ? കൂടെയുള്ളത് കൂട്ടുകാരാണെങ്കിലോ? അതെ, ഞങ്ങൾ കൂട്ടുകാർ ഒരു യാത്ര പോയി. ഒരുപാട് ദൂരേക്കൊന്നും അല്ല കേട്ടോ, ഒരു വൺ ഡേ ട്രിപ്പ്. എവിടേക്കാണ് പോയതെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ കവയ്ക്കാണ് ആദ്യം പോയത്. പിന്നീട് ഒരു വശത്ത് നീല ജലാശയവും മറുവശത്ത് പാറക്കെട്ടുകളും ചെറുവനങ്ങളും ഉള്ള നയന മനോഹരമായ തെക്കേ മലമ്പുഴയ്ക്ക് പോയി. അതിനുശേഷം നെയ്ക് ചന്ദ് സെയ്നി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്ക് ഗാർഡനായ മലമ്പുഴ റോക്ക് ഗാർഡനിലേക്ക് പോയി. അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ മലമ്പുഴ ഗാർഡൻസിലേക്കാണ്. ഈ പോയതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. 9:30 ആവുമ്പോഴേക്കും ഹനുമാൻ കോവിൽ നിന്നും തൊഴുതിറങ്ങി. ഇനി നമുക്ക് പോവേണ്ടത് കവ, തെക്കേ മലമ്പുഴ, പിന്നെ മലമ്പുഴ ഗാർഡൻ. കവയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഡാമിന് ഫ്രണ്ടിലൂടെ വേണം പോവാൻ. ഷട്ടർ തുറന്നിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഈ ലെഫ്റ്റ് സൈഡിലെ റോഡിൽ കൂടെയാണ് നമ്മൾ കവയ്ക്ക് പോകുന്നത്. സ്ട്രെയിറ്റ് ആയി പോയാൽ നമ്മൾ കഞ്ചിക്കോട് എത്തും. കവ എന്ന ഡെസ്റ്റിനേഷൻ എത്ര മനോഹരമാണോ അത്രയും തന്നെ മനോഹരമാണ് പോകുന്ന വഴിയും. വേണമെങ്കിൽ നിർത്തി ഫോട്ടോസ് എല്ലാം എടുക്കാം. പക്ഷെ പുലിയോ ആനക്കൂട്ടമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാട്ടിനകത്തേക്കൊന്നും കയറി പോവരുത്. ചെറിയൊരു ചാറ്റൽ മഴ യാത്ര കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. പാലക്കാട്ടുകാരുടെ സ്വന്തം കവ. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ സ്ഥലം. കാലാവസ്ഥയ്ക്കനുസരിച്ച് സഞ്ചാരികളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും ഈ കവ. ഇതിനു മുൻപും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അതൊരു വേനൽക്കാലത്തായിരുന്നു. അന്ന് ഈ ഭംഗിയായിരുന്നില്ല കവയ്ക്ക്. മനസ്സിനും ശരീരത്തിനും കുളിർമയായി ചെറിയൊരു ചാറ്റൽ മഴ, പിന്നെ കാറ്റ്, അത് കഴിഞ്ഞ് വെയിൽ, അങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. മഴ പെയ്തു തോർന്നപ്പോൾ മലകൾക്കും പ്രകൃതിക്കും ഭംഗി ഒന്നുകൂടി കൂടിയോ എന്ന് സംശയം. ആകാശം മുട്ടി നിൽക്കുന്ന മലകളും ഉയർന്നു നിൽക്കുന്ന കരിമ്പനകളും നിബിഡവനവും സഞ്ചാരികൾക്ക് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഒരിക്കൽ പോയി വന്നാൽ വീണ്ടും പോവാൻ തോന്നുന്ന ഒരു സ്ഥലം. കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും കുറച്ചു സമയം അങ്ങനെ പോയി. 10:30 കവി എത്തിയതാണ്. ഇപ്പൊ സമയം 12 കഴിഞ്ഞു. ചപ്പാത്തിയും കോഴിക്കറിയും കഴിച്ച് ഗ്ലാസും പ്ലേറ്റുമെല്ലാം ഒരു പാക്കറ്റിലിട്ട് വണ്ടിക്കകത്തിട്ടു. പ്രകൃതിയെ മലിനമാക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇതാണ് കല്ലമ്പുഴ. എത്ര ഭംഗിയാണ് നോക്കൂ അത് ഒഴുകുന്നത് കാണാൻ. വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് അവിടേക്കൊന്ന് ഇറങ്ങാമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് തെക്കേ മലമ്പുഴയിലേക്കാണ്. വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പമോ കൂട്ടുകാരുമൊത്തോ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. കാറ്റും കൊണ്ട് കടലയും കുറച്ച് നടക്കാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെ വന്ന് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഒരു വീഡിയോയിൽ കൂടെ കിട്ടുമോ എന്ന് സംശയമാണ്. ആ മുക്കിലെ കടയിലേക്കൊന്ന് പോയാലോ? റിഫ്രഷ്മെന്റിനുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യത്തിന് വയറ് നിറയ്ക്കാൻ പറ്റിയ സാധനങ്ങളും അവിടെയുണ്ട്. ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ഡാമിന്റെ വ്യൂ അതിമനോഹരമാണ്. അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എല്ലാം എടുത്തു ഞങ്ങൾ. പാലക്കാട് എത്തുന്ന മിക്കവരും പോകുന്ന ഒരു സ്ഥലമാണ് മലമ്പുഴ ഡാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് കവയെക്കുറിച്ചും തെക്കേ മലമ്പുഴയെക്കുറിച്ചുമെല്ലാം നമ്മൾ അറിയുന്നത്. മഴ പെയ്യുന്നതിനനുസരിച്ച് മലയിടുക്കുകളിൽ നിന്നും വരുന്ന നീരുറവയുടെയും ചെറിയ വെള്ളച്ചാട്ടങ്ങളുടെയും ഭംഗിയൊന്ന് കൂടി വരും. ഇവിടെ വന്നാൽ നല്ല മീനും കൂട്ടി ഭക്ഷണം കഴിക്കാം. പലതരത്തിലുള്ള ഭക്ഷണങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. 2 മണിക്ക് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. ഇനി റോപ്പ് കാർ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ ആണ് ഇത്. 60 അടി ഉയരത്തിൽ ഉദ്യാനത്തിന് മുകളിലൂടെ നീങ്ങി ഭീമൻ അണക്കെട്ടിന്റെയും സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും ഏറ്റവും മികച്ച കാഴ്ചയാണ് ഇത് നൽകുന്നത്. ഇതിലേക്കുള്ള ടിക്കറ്റ് നിരക്കും അഫോർഡബിൾ ആണ്. റോപ്പ് വേയിലെ 20 മിനിറ്റ് ആകാശ സവാരി മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലരെല്ലാം ഇതിൽ ആദ്യമായാണ് കയറുന്നത്. ചെറിയൊരു കുലുക്കമുണ്ടാവുമെന്നേയുള്ളൂ, പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. 626 മീറ്റർ യാത്രാ ദൈർഘ്യമുള്ള റോപ്പ് വേ പാർക്കിന്റെ 2 വശങ്ങളെയും ബന്ധിപ്പിക്കുന്നു. ഇന്ന് അധികം തിരക്കില്ലാത്തതുകൊണ്ട് ടിക്കറ്റിനായി ക്യൂ നിൽക്കേണ്ടിയൊന്നും വന്നില്ല. നമ്മൾ റോപ്പ് വേ സവാരി കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി റോക്ക് ഗാർഡനിലേക്ക്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡനാണ് മലമ്പുഴയിലേത്. തവളയ്ക്ക് എണ്ണം വെച്ച പോലെ എന്നൊരു ചൊല്ലു കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഞങ്ങളുടെ ഫോട്ടോ സെഷൻ. ഒരാളെ പിടിച്ച് ഒരു ഭാഗത്ത് നിർത്തുമ്പോഴേക്കും അടുത്ത ആള് വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറച്ചു പേർ മാത്രം നിന്ന് ഫോട്ടോ എടുത്തു. ചണ്ഡീഗഡിൽ റോക്ക് ഗാർഡൻ നിർമ്മിച്ച അതേ കലാകാരന്മാർ തന്നെ സൃഷ്ടിച്ച 2ാമത്തെ ഉദ്യാനമാണ് ഇത്. 1996 ഈ റോക്ക് ഗാർഡൻ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. 3 മണിക്ക് നമ്മൾ ഇവിടെ എത്തി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. മലമ്പുഴ ഗാർഡൻസ് കഴിഞ്ഞാണ് ഇത് പ്ലാൻ ചെയ്തതെങ്കിൽ നടക്കില്ലായിരുന്നു. നമ്മൾ അവിടുന്ന് നേരെ പോയത് മലമ്പുഴ ഗാർഡൻസിലേക്കാണ്. 12 മണിക്ക് ഉച്ചഭക്ഷണം കഴിച്ചതാണ്. അതിനുശേഷം ഓരോ ഐസ്ക്രീമും കഴിച്ച് ടിക്കറ്റ് എടുത്ത് പാർക്കിനകത്തേക്ക് കയറി. മഴക്കാലമാണെങ്കിലും ഞങ്ങളുടെ രാവിലെ മുതലുള്ള യാത്രയ്ക്ക് അതൊരു തടസ്സമേ ആയിരുന്നില്ല. ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കുട കരുതിയിരുന്നു. അതും ചൂടി നേരെ ഡാമിനടുത്തേക്ക്.
തൂക്കുപാലം കാണുമ്പോഴേ അറിയാലോ ഇന്ന് അധികം തിരക്കൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ബോട്ടിംഗ് ഒന്നും കണ്ടില്ല കേട്ടോ ഞങ്ങള്. നിരവധി വിനോദസഞ്ചാരികൾ നിത്യേന വന്നു പോകുന്നൊരിടമാണിത്. കാനന ഭംഗിയുടെ പശ്ചാത്തലത്തിൽ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച 30 അടി ഉയരമുള്ള യക്ഷിയാണ് നമ്മൾ കണ്ടത്. ഇനി ഡാമിന്റെ മുകളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം. മുകളിൽ നിന്നും നോക്കുമ്പോൾ മലമ്പുഴ ഗാർഡന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഡാമിന്റെ ഷട്ടറുകൾ കൂടി തുറന്നപ്പോൾ ഉദ്യാനത്തിന്റെ ഭംഗി അത് കൂട്ടിയിട്ടേ ഉള്ളൂ. റോപ്പ് കാറുകളും നമുക്ക് വളരെ വ്യക്തമായി കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുകയും വേണം. എന്നാൽ മാത്രമല്ലേ അടുത്ത വീഡിയോ എനിക്ക് കുറച്ചുകൂടി ഭംഗിയായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്താൽ അവരും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടുവരട്ടെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ. 3:45 മലമ്പുഴ ഗാർഡൻസിലേക്ക് കയറിയത്. ഒരു 6 മണിയാവുമ്പോഴേക്കും നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു പ്ലാനാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്